ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു എന്തോ പറയണ്ടേ, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ. കാറ്റും ഉണ്ട്, എന്നാൽ മഴ ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുമുണ്ട്. അങ്ങനെ എന്താ, വെയിലില്ല, ഒരു ഇരുട്ട് മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ മൈൻഡും അതുപോലെ ആയിരിക്കും അല്ലേ. ഇന്നിപ്പോൾ വീഡിയോ ഇടണോ വേണ്ടയോ, വീഡിയോ ഇടാനൊരു ഒരു 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 ഇതില്ല. എന്നാലും നമ്മുടെ ഡെയിലി വ്ളോഗ് വേണം എന്നൊക്കെ ഉള്ള കമൻറ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ഇന്നങ്ങ് വീഡിയോ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. പാത്തുവിന് നല്ല ജലദോഷവും ചുമയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഇന്ന് പരീക്ഷ തുടങ്ങുന്ന ദിവസവും കൂടെ കേട്ടോ. അപ്പോൾ അകപ്പാടെ കുഴഞ്ഞിരിക്കുകയാണ്. നല്ല ജലദോഷമുണ്ട്. രാത്രിയൊക്കെ ഉറങ്ങാനായിട്ട് ഭയങ്കര പാടായിരുന്നു. രാത്രി എന്നാലും ഞാൻ ആവിയൊക്കെ പിടിപ്പിച്ചിട്ടാണ് കേട്ടോ കിടത്തിയത്. അപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ട് വീർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആളിനെ കാപ്പിയൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കിയൊക്കെ എടുത്ത് എന്തായാലും സ്കൂളിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് കാപ്പി ഇഡ്ഡലിയായിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ചമ്മന്തിക്കറിയായിരുന്നു. വാപ്പ വന്നപ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് പാവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കാച്ചിൽ, നീലക്കാച്ചിലാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നീലക്കാച്ചിൽ നമ്മൾ ഒരുപാട് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുമില്ല. പക്ഷെ എന്തായാലും ഇപ്പം നമുക്ക് ഒരു നീലക്കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഞാനതൊക്കെ കുറച്ചൊന്ന് വെട്ടിയെടുത്ത് കേട്ടോ. പക്ഷേ അത് മറ്റേ നമ്മുടെ സാധാരണ കാച്ചിലുണ്ടല്ലോ, മറ്റേ വെള്ളം, അതിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും തീരെ ഇല്ലാത്തതുപോലെ തോന്നി കേട്ടോ. കളറ് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ സംഭവം, അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്നല്ല കേട്ടോ, വെറുതെ പറയുന്നില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നി. ഞാനാണെങ്കിൽ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചി കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഉച്ചക്കലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം കറിയാക്കാനായിട്ട്. ഞാനത് കുറച്ച് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പാവയ്ക്ക ഞാൻ വിചാരിച്ചു തൈര് കറി വെച്ചാലോ, വറുത്ത് തൈര് കറി വെച്ചാലോ എന്നൊക്കെ വിചാരിച്ച് നിന്നത്. പക്ഷേ ഞാൻ പിന്നെ അങ്ങ് മെഴുക്കുവരട്ടി ആക്കിയൊക്കെയാണ് എടുത്തത്. ഇന്നിപ്പം എക്സാം ഉച്ചവരേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ. അവളെ ഹോസ്പിറ്റലിൽ കാണിച്ച് ജലദോഷത്തിന് മരുന്ന് മേടിക്കണം. ചുമയുടെ മരുന്ന് ഇരുമ്പോട്ട്, അതെല്ലാം ഇനി വേറെ മരുന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ മേടിക്കാം. അപ്പോൾ ഇച്ചിരി നേരത്തെ പോകണം കേട്ടോ. നല്ല തിരക്കായിരിക്കും ഹോസ്പിറ്റലിൽ. അപ്പോൾ എന്തായാലും 1 മണി 1:30 ആകുമ്പോഴത്തേക്കും പോയി വിളിച്ചിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ കാച്ചിലിൻ്റെ തോലെല്ലാം കൂടെയൊക്കെ ഒന്ന് ചെത്തി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടോ, ചെറുതാക്കി നുറുക്കി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എപ്പോൾ ഇങ്ങനെ ഈ പുഴുക്ക് സാധനം, അതായത് കപ്പ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു കമൻറ്റ് വന്നതാട്ടോ ഓർക്കുന്നത്. നമ്മൾ വെള്ളത്തിലല്ല പുഴുങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ട് എന്നെ കളിയാക്കിയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ 1-2 വീഡിയോ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ. ആൾ പറഞ്ഞതുപോലെ ഇങ്ങനെ ആവി കയറ്റിയെടുക്കുന്ന, ഇങ്ങനെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ വയ്യ കേട്ടോ. ചിലപ്പോൾ അഥവാ ഇനി പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ വെക്കുന്ന പോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വെന്തങ്ങ് കുഴഞ്ഞ് പോകില്ലേ എന്ന് വിചാരിക്കേണ്ട കേട്ടോ. എനിക്കറിയാം അതിൻ്റെ ഒരു വേവ് എത്രത്തോളം കാണും എന്നുള്ളതൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ എടുക്കാറുണ്ട്. ഇപ്പം പെട്ടെന്ന് എനിക്ക് എളുപ്പം കുക്കറിലോട്ടാക്കുന്നത് കേട്ടോ. മുട്ട പുഴുങ്ങുന്നതാണെങ്കിലും കപ്പ വേവിക്കുന്നതാണെങ്കിലും ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എടുത്ത് പറയാൻ അങ്ങനെയൊക്കെയുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കുക്കറിൽ എന്തിനാണ് അത് വേവിക്കുന്നതെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാച്ചിൽ ഞാൻ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ട് ചെറിയ പാവയ്ക്ക നമ്മൾ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അത്രേ വളരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞ് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മെഴുക്കുവരട്ടിക്കാൻ. നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് മാറ്റിയിട്ട് വേണം, ഓരോന്ന് വേവിച്ച് മാറ്റിയിട്ട് വേണം അടുത്തത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാച്ചിൽ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ആയിട്ട് നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, അതും കൂടെയൊക്കെ ഒന്ന് ചതച്ച് മുളക് ഉടച്ചതും കൂടെയൊക്കെ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ കാച്ചിൽ പുഴുങ്ങിയത് ഞാൻ വാപ്പ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ. കട്ടൻ ചായ ഒന്നും ഞാൻ ഇടാനായിട്ട് നിന്നില്ല, കാരണം അരി അടുപ്പില്ല, സമയം കിടപ്പുകൊണ്ട് മീൻകറി ഇരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇനി അത് അങ്ങോട്ടെടുത്ത് മാറ്റി കട്ടൻ ചായ ഇടാൻ വേണ്ടി നിന്നില്ല. കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു, അത് കൊടുത്ത് ചൂട് കേട്ടോ. പിന്നെ പാവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാനാണെങ്കിൽ അത് വെളിച്ചെണ്ണ ഒന്ന് കടുകൊക്കെ വിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ
അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ പാവയ്ക്കയും പച്ചമുളകും ഒക്കെ അതിലേക്കൊന്ന് തട്ടിക്കൊടുത്ത് ലേശം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മെഴുക്കുവരട്ടിയാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ഇതിനിടയ്ക്ക് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനി കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം മാത്രമേ ഞാനത് കറിയാക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പോൾ സമയമില്ല, 1 മണി 1:30 ആകുമ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് പോകാൻ വേണമല്ലോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ലേശം കുറച്ച് ജീരകവും ചതച്ചതും അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ലേ, വാടി അങ്ങ് വന്നോളും. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ പരുവാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക. പൊതുവേ എനിക്കിഷ്ടമാണ് പാവയ്ക്ക. അപ്പോൾ ആ കയ്പ്പ് നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് മിക്സാക്കി കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അങ്ങനെ ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ ഇരിപ്പുണ്ട്, നമ്മളെ കൊണ്ടാട്ടമുളകിൻ്റെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട്, തൈര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഞാൻ ഇത്രയും ചെറുതായി ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ തുടങ്ങിയപ്പോഴത്തേക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിപ്പോയി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.